നമുക്ക് എന്ത് വരും? ഒരു മടുപ്പ് വരില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു സ്ഥലത്ത് എഴുന്നേൽക്കുക, കൂട്ടത്തോടെ നടക്കുക, അവർ നമ്മോട് പോകുക, പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ഉറപ്പില്ല അല്ലേ? അപ്പൊ ഇവൻ മനുഷ്യൻ മരണം ചെയ്യാൻ കഴിവുള്ളവനായതുകൊണ്ട് അവന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഈ പോക്കിങ്ങനെ പോയാൽ ലോകത്തിന്റെ അവസാനം പോരാ, എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ നമുക്ക് മനുഷ്യന്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവൻ അറിഞ്ഞിരുന്നത് അല്ലേ? അപ്പൊ ഇവന് അറിഞ്ഞു തിരിയാതിരിക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ഭക്ഷണം അവന്റെ അടുത്ത് കിട്ടണമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷിയെ കുറിച്ച് അത് പൂർണ്ണമായി ചേർത്ത് ഞാൻ പറയുന്നത് വീട്ടിൽ അറിയാവുന്ന സാധനം. അങ്ങനെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു സ്ഥലത്ത് താമസം തുടങ്ങി. അവൻ താമസിക്കുന്നതിന് ചുറ്റും കൃഷി ആരംഭിച്ചു. അങ്ങനെ കൃഷി ആരംഭിച്ചത് അവന്റെ ഭക്ഷണത്തിന് വേണ്ടി. അങ്ങനെ കൃഷി ആരംഭിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൃഗങ്ങളെയും അതുകൂടെ ഇണക്കി വളർത്തണം. അതിലൂടെ പശുക്കളെ വളർത്തുന്നതാണ് ചെയ്തത്. പിന്നെ എന്താണ് ഈ പറയുന്നത്? ഇണക്കി വളർത്താൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായിരുന്നതാണ്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംസ്കാരം തുടങ്ങുന്നത് എവിടെയാണ്? മനുഷ്യൻ പ്രാകൃതമായ ജീവിതത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അലക്കത്തിൽ നിന്ന് നടത്തുന്ന ജീവിതത്തിൽ നടത്തുന്ന മാറി അവരുടെ സ്ഥലത്ത് സെറ്റ് ചെയ്യാറ്. ക്ലിയറാണല്ലോ? അതങ്ങനെ പോയി. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ അവൻ പിന്നീട് ബുദ്ധിമുട്ട് തുടങ്ങി. എന്താ കാര്യം? ഈ കൃഷി അന്നത്തെ പ്രാകൃത മനുഷ്യനാണെങ്കിൽ അവന് ബുദ്ധിയുണ്ടല്ലേ? കാരണം കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് കൃഷിയെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജലദൗർലഭ്യം, മറ്റു ദൗർലഭ്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവിടെയും അവന്, ഞാൻ പറഞ്ഞു, മനനം ചെയ്യാൻ കഴിവുള്ളവനായതുകൊണ്ട് അവൻ ചിന്തിച്ചു എന്ത് ചെയ്യണം, എവിടെ പാർക്കണം. അപ്പൊ അവൻ മനസ്സിലാക്കി അവന്റെ കൃഷി ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അവനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അവൻ ചിന്തിച്ചു എന്ത് മാർഗം? എന്താ മാർഗം? കാരണം ദാഹിക്കുന്നുണ്ട് ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്താ മാർഗം? വീട്ടിൽ വെള്ളമില്ല, കയ്യിലും വെള്ളമില്ല, പിന്നെ എന്ത് ചെയ്യും? വെള്ളം ഉള്ളത്. അങ്ങനെയാണ് പ്രാചീന മനുഷ്യൻ അവന്റെ ആവാസ കേന്ദ്രവും കൃഷിസ്ഥലങ്ങളും എല്ലാം എവിടെ കൊണ്ട് സ്ഥാപിച്ചു? നദീതീരത്ത്. അതുകൊണ്ടല്ലേ എല്ലാം ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇൻഡസ് വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്ധു നദിയുടെ സംസ്കാരം, സിന്ധു നദിയുടെ തീരത്ത് അല്ലെ? ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ നൈൽ നദിയുടെ തീരത്ത് ആണോ? മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞാൽ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത്. ചൈനീസ് സംസ്കാരം എന്ന് പറഞ്ഞാലോ ഏതോ ഉദാഹരണം യാങ്സ്റ്റി നദി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവൻ എവിടെ കൊണ്ടുവന്ന് കൃഷി സ്ഥാപിച്ചു? അവന്റെ വാസ്തുത ഉറപ്പിച്ചു നദീതടങ്ങളിൽ. കാരണം എന്താണ്? നദീതടങ്ങളുടെ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമാണ്, വളക്കൂറുള്ളതാണ്, ജലം ലഭ്യമാണ്. അവന്റെ മറ്റു പ്രാഥമിക കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് നടത്താം, നോക്കി നടത്താം. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അവനെ ബാധിക്കുന്നതും മനസ്സിലാക്കി അങ്ങനെ ഞാൻ പെട്ടെന്ന് നിർത്തിച്ചാണോ ഇനി കൃഷി ആരംഭിച്ചത് 12,000 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിന്റെ ഐഡിയ ഉണ്ട്. 12,000 വർഷം എന്ന് പറഞ്ഞാൽ നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത് നവീന ശിലായുഗം. BC 12, BC 10,000, പിന്നെ 2,000 വർഷം ഉണ്ട് AD 20 അല്ലേ? 12,000 വർഷം മുമ്പ് തുടങ്ങിയ ഈ കൃഷി അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ എടുത്തിട്ടാണ് 1900 നമ്മൾ ഈ പറയുന്ന വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ വ്യവസായിക പുരോഗതി ഉണ്ടാവുന്നത്. അങ്ങനെ വന്നപ്പോൾ മനുഷ്യൻ ഈ കൃഷി രീതികളെ കുറിച്ച് വീണ്ടും മാറ്റി ചിന്തിച്ച് അതിൽ അവൻ്റെതായ പുതിയ രീതികൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കട്ടകാലത്തിന് ഒന്നാം ലോകമായിരുന്നു, കട്ടാളമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സംഭവിച്ചു ഒന്നാം ലോകമായിട്ടും രണ്ടാം ലോകമായിട്ടും. രണ്ടാം ലോകമായിട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ദൂഷിത ഫലം എന്തായിരുന്നു?
സ്റ്റാർവേഷൻ എന്തായിരുന്നു? പട്ടിണി. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും കൂടി ആലോചിക്കാൻ തുടങ്ങി. മനുഷ്യർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാവോസ് ബോഷ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരുള്ള ശാസ്ത്രജ്ഞന്മാർ, ജർമ്മൻ ശാസ്ത്രജ്ഞന്മാര് അവർ മനസ്സിലാക്കി ഇന്നത്തെ രീതിയിലുള്ള കൃഷി മാറ്റം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ ജനാവലിക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണണം. കാരണം മണ്ണുസരമായി മാറി, എല്ലാ ഭൂമിയും ഇത് വളമില്ലാതെയായി, ഭൂമിരങ്ങൾ നടന്നു, കൃഷിയോഗ്യമല്ലാതായി മാറി, അനുസരണങ്ങളായി, മഴയുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വെയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇടിവെട്ടുകൾ, കുറഞ്ഞ മിന്നലുകൾ, ഇത് കാരണം എല്ലാം മണ്ണിന്റെ പോഷകാവസ്ഥ നഷ്ടപ്പെട്ടുപോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്ത് പറ്റുള്ളൂ? പെട്ടെന്ന് കൃഷി ചെയ്യുക, അതിൽ നിന്ന് വളങ്ങൾ കൊടുക്കുക, കൂടുതൽ വിളവ് ഉത്പാദിപ്പിക്കുക. അങ്ങനെയാണ്